പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി ലേഖ രാജേഷിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് NDAയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രധാന ചുമതലക്കാരൻ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഹരി നടത്തുന്ന പത്രസമ്മേളനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലൂടെ ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥി ശ്രീമതി ലേഖ രാജേഷിന്റെ വാർഡ് പര്യടനം രാവിലെ 9 മണിക്ക് കുഞ്ഞയ്യപ്പ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് വാർഡിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പദയാത്ര അല്പസമയത്തിനുള്ളിൽ ആറാട്ടുകടവിന് സമാപിക്കുകയുണ്ടായി. നമുക്കറിയാം, വളരെ വ്യക്തമായിട്ട് ഒരു കാഴ്ചപ്പാടുകൂടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം അഥവാ BJP ഭാരതീയ ജനതാ പാർട്ടി രംഗത്തേക്ക് മത്സരരംഗത്തേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 3-ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന NDA ഇപ്പോൾ ചിത്രത്തിലില്ല എന്ന് പറഞ്ഞ് ഇരു മുന്നണികളും UDF LDF മുന്നണികൾ മത്സരിച്ച് പടിചാരി വാഗ്വാദങ്ങൾ നടത്തി വോട്ട് പിടിക്കുന്ന ഈ വേളയിൽ BJPക്ക് NDA ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒന്ന് പറയാനുണ്ട്. വേറൊന്നുമല്ല, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ രാവിലെ ഒരു മീഡിയയിൽ പറഞ്ഞതാണ്. 370 വോട്ടിന്, അതായത് 400 വോട്ടിന് അകത്തുള്ള ഭൂരിപക്ഷത്തിനാണ് ദേശീയ ജനാധിപത്യ സഖ്യം BJPക്ക് ചടയമംഗലം പഞ്ചായത്തിൽ ഭരണം നഷ്ടപ്പെടുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മുന്നണിയാണ് ഭാരതീയ ജനതാ പാർട്ടി. കൂട്ടുകക്ഷി LDF കൂട്ടുകെട്ട് 370 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവരിന്ന് പഞ്ചായത്ത് ഭരിക്കുന്നത്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മളൊരു സുഹൃത്ത് LDFന്റെ സുഹൃത്ത് പറയുകയുണ്ടായി, UDF BJP കൂട്ടുകെട്ട് ഉണ്ട്. കാരണം അത് ഏത് ലക്ഷം വന്നാലും അവസാനം കൂട്ടുകെട്ടാൻ പോകുന്നത് BJPയുടെ ഒരു മേലിലാണ് അതിന്റെ പകുതി പഴയ ചാരുന്നത്. കാര്യം എവിടെ ലക്ഷം വന്നാലും അതിനകത്ത് ഒരു കൂട്ടുകെട്ടിൽ ഒരു കക്ഷി BJP ആയിരിക്കും LDFനായാലും UDFനായാലും ആരോപിക്കാനുള്ളത്. പക്ഷെ തികച്ചും വാസ്തവവിരുദ്ധമായ ഒരു പ്രസ്താവന എന്നാണ് അത് എനിക്ക് ഈ അവസരത്തിൽ അറിയിക്കുവാനുള്ളത്. കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ടുകൾക്ക് വേണ്ടി ആണ് പ്രവർത്തിക്കുന്നത്. സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് നാളെയോ തന്നെയാണ്, ഇലക്ഷന്റെ അന്ന് വരെയും അത് തന്നെയായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമുക്കറിയാം, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഇന്നത്തെ അവസ്ഥ, ഒരു ആസ്ഥാന മന്ദിരമില്ല, ഒരു കിടത്തി ചികിത്സയ്ക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്നില്ല, ഒരു സബ് രജിസ്ട്രാർ ഓഫീസ് ഉണ്ടായിരുന്ന കാട് കയറി പെരുമ്പാമ്പുകളുടെ വാർത്താളമായി മാറിയിരിക്കുന്നു, ഒരു പബ്ലിക് മാർക്കറ്റ് ഇല്ല. അതുപോലെ തന്നെ നമ്മളെ ബിഗ് സ്റ്റേഷനും മിനി സിവിൽ സ്റ്റേഷനും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങി. സ്റ്റേഡിയം കാട് പിടിച്ച് അതിനകത്ത് മനുഷ്യർ കയറാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു സപ്തശ്രീ വാടകം കമ്മീഷൻ മൂലം, കമ്മീഷന്റെ അതിപ്രസരം മൂലം, അതിന്റെ വ്യാമോഹം മൂലം അത് മറ്റ് ആൾക്കാർക്ക്, മുതലാളിമാർക്ക് അത് വാടകയ്ക്ക് എടുത്ത് സപ്തശ്രീ കൊടുത്തിരിക്കുന്നു. സബ് രജിസ്ട്രാർ ഓഫീസ് അതുപോലെ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ 45 വർഷം കൊണ്ട് ഈ ചടയമംഗലം പഞ്ചായത്ത് ഭരിച്ച LDF മുന്നണിക്ക് ഈ 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 8 മാസം കൊണ്ട് എന്ത് വികസനമാണ് ഈ ചടയമംഗലത്ത് അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് കൊണ്ടുവരാനുള്ളത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ചോദിക്കുവാനുള്ളത്. ഇത് മാത്രമാണോ വികസനം? എന്തെല്ലാം വികസനങ്ങളിലൂടെ വന്ന് കൂടാൻ കിടക്കുന്നു. ചടയമംഗലത്ത് ഒരു ഇടുങ്ങിയ നമ്മുടെ പാലം, അതിന്റെ നവീകരണം എങ്ങും എത്തിയിട്ടില്ല. മഴ പെയ്താൽ ജംഗ്ഷനിൽ ഇറങ്ങാൻ വയ്യാത്ത രീതിയിൽ വെള്ളവും വെള്ളപ്പൊക്കവുമാണ്. അതുപോലെ തന്നെ ഒരു പൊതു ശ്മശാനമില്ല. നമ്മുടെ ഈ പോരേടം ചടയമംഗലം റോഡിലെ ട്രാഫിക് ബ്ലോക്ക്, അതിനൊരു ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ഇല്ല. ഇത്തരത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ചടയമംഗലത്ത്, നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരു പഞ്ചായത്ത് ഉണ്ടെങ്കിൽ, ഈ രീതിയിൽ ജീർണിച്ച് കിടക്കുന്ന ഒരു പഞ്ചായത്ത് ഉണ്ടെങ്കിൽ അത് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് തന്നെയാണ്. അതുകൊണ്ട് ഈ വാഗ്വാദങ്ങള്, നമ്മൾ ഓരോ കാര്യങ്ങള് LDF BJP കൂട്ടുകെട്ട് അല്ലെങ്കിൽ BJP LDF കൂട്ടുകെട്ട് UDF കൂട്ടുകെട്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ വികസനങ്ങൾ കൂടി കൊണ്ടുവന്ന് നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നും കൂടി പറയാനുള്ള ഒരു ആർജവം നിങ്ങൾ കാണിക്കണം. നിങ്ങളില് LDF പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് സംസാരിച്ചു, കേന്ദ്രത്തിന്റെ ഫണ്ടൊന്നും കിട്ടുന്നില്ല. കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടിയിട്ട് വേണോ പൂങ്കോട് വാർഡ് റോഡ് നന്നാക്കാനായിട്ട്? പൂങ്കോടിലെ റോഡ് ഒരാഴ്ച മുമ്പ് ഏതവസ്ഥയിലായിരുന്നു കിടന്നത്? ഈ പെരുമാറ്റച്ചട്ടം നിലയിൽ വന്നതിന് ശേഷമാണ് ആ റോഡിന്റെ ഫോട്ടോ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരാഴ്ച മുമ്പുള്ള ഫോട്ടോ.
ആ റോഡ് തകർന്ന് തരിപ്പണമായി അതിനകത്ത് ആൾക്കാർക്കോ വാഹനങ്ങൾക്കോ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് വഴിവിളക്കൽ കത്തുന്നില്ല. ഈ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന് നമ്മുടെ ഉദ്യോഗസ്ഥരെ എല്ലാം കൂട്ടുപിടിച്ച് പഞ്ചായത്ത് സെക്രട്ടറി, റിട്ടേണിംഗ് ഓഫീസർ മുതലായ ഉദ്യോഗസ്ഥരെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഒരാഴ്ചക്കകത്തല്ലേ ഈ റോഡ് ടാർ ചെയ്ത് ഈ വഴിവിളക്കുകൾ സ്ഥാപിച്ചത്. എന്തേ ഇത്ര വ്യഗ്രത കാട്ടുന്നു? നിങ്ങൾ 4 വർഷമായില്ലേ ഈ പഞ്ചായത്ത് ഭരണം ഏറ്റെടുത്തിട്ട്? ഈ പൂങ്കോട് വാർഡിന്റെ സ്ഥിതി ഇപ്പോഴാണ് അറിയുന്നത്. നമ്മുടെ ഈ ബെവറേജ് ഇറങ്ങി പോകുന്ന റോഡ് വെള്ളപ്പൊക്കം മൂലം കഴിഞ്ഞ മഴയത്ത് നമ്മുടെ ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ സാക്ഷി ടിവിയുടെ നമ്മുടെ ഗോവൻ സാർ ഉൾപ്പെടെ ആ വാർത്ത ചിത്രീകരിച്ചതല്ലേ? അദ്ദേഹം വെള്ളത്തിനായി തടത്തിൽ നിന്ന് വെള്ളത്തിൽ കാൽമുട്ടോ വെള്ളത്തിൽ നിന്നാണല്ലോ ഈ വാർത്ത പ്രസിദ്ധീകരിച്ച് നിങ്ങളെല്ലാം കണ്ടതല്ലേ? എന്തേ ഈ 4 വർഷം കൊണ്ട് ഈ റോഡിന്റെ പണി നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല? അപ്പോൾ ഇതെല്ലാം ഇലക്ഷൻ സ്റ്റണ്ടാണെന്നുള്ളത് ഈ പൂങ്കോട് വാർഡിലെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. കാരണം നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം, നിങ്ങൾ ഏത് രീതിയിലുമുള്ള സാമ്പത്തികം ഉപയോഗിച്ചുകൊണ്ട് വാർഡിലെ ജനങ്ങളെ വിലക്കെടുത്തുകൊണ്ട് വാർഡിലെ ജനങ്ങളെ കശാപ്പ് ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഇലക്ഷൻ പ്രചരണങ്ങളുമാണ് ഇന്ന് വരെയും ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിൽ വൻ പ്രതിഷേധമുണ്ട്. കാര്യം ഉദ്യോഗസ്ഥരെല്ലാം ഈ LDF കൂട്ടുകെട്ടിന്റെ വളയത്തിലാണ് നിൽക്കുന്നത്. ഞാൻ പലതവണ പല പരാതികളും റിട്ടേണിംഗ് ഓഫീസർ കൂടെ പഞ്ചായത്തിലും ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു തുല്യ വില പോലും ഈ പഞ്ചായത്ത് അധികൃതരോ ഇതിന്റെ ഇലക്ഷൻ ഉദ്യോഗസ്ഥരോ തന്നിട്ടില്ല. നമുക്കറിയാം, തൊഴിലുറപ്പിന്റെ കാര്യങ്ങൾ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രമാണ് പൈസ കൊടുക്കുന്നത്. ഈ കേന്ദ്രം കൂലി കൊടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഏരിയ സമ്മേളനം നടന്നപ്പോൾ ഇവിടെ അട്ടിമറിച്ചില്ലേ? എന്തേ ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് കൂലി നിർത്താനും തുടങ്ങാനും ഉള്ള അവകാശം ഇവിടുത്തെ മാറ്റിമാർക്കും അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർക്കും ആണോ കൊടുത്തിട്ടുള്ളത്? കേന്ദ്ര ഗവൺമെന്റ് ഏതെല്ലാം പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്? തൊഴിലുറപ്പ് പദ്ധതി, കിസാൻ സമ്മാൻ നിധി, മുദ്രാ ലോൺ, ഇതെല്ലാം ജാതിയും മതവും നോക്കിയിട്ടാണോ കൊടുത്തിട്ടുള്ളത്? കിസാൻ സമ്മാൻ നിധി ജാതിയും മതവും നോക്കിയിട്ടാണോ കൊടുത്തിട്ടുള്ളത്? മുദ്രാ ലോൺ ജാതിയും മതവും നോക്കിയിട്ടാണോ കൊടുത്തിട്ടുള്ളത്? തൊഴിലുറപ്പും ഹരിതകർമ്മസേനയും ഇന്നിവിടെ രാഷ്ട്രീയവൽക്കരിച്ചില്ലേ? ചടയമംഗലം ഗ്രാമപഞ്ചായത്തില് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയവൽക്കരിച്ച 2 പദ്ധതികളാണ് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളും അതുപോലെ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങളും. ഇന്ന് രാഷ്ട്രീയപരമായിട്ടല്ലേ അതിന്റെ നീക്കങ്ങളും അതിന്റെ മാറ്റമാരുടെ നീക്കങ്ങളുമെല്ലാം. എന്തേ ഇതൊന്നും ഈ ഗ്രാമപഞ്ചായത്ത് ഈ ഒരു ഇലക്ഷൻ പ്രചരണം നടത്തുമ്പോൾ ഇതൊന്നും വിളിച്ചു പറയുന്നില്ല? അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കൊറോണ കാലഘട്ടങ്ങളിൽ ഇങ്ങോട്ടുണ്ടായ ആ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ പദ്ധതികൾ, സ്വന്തമായിട്ട് നിർമ്മിച്ച വാക്സിൻ ഉൾപ്പെടെ ഇവിടെ ജാതിയും മതവും LDF കാരനെന്നോ UDF കാരനെന്നോ BJP കാരനെന്നോ നോക്കിയിട്ടാണോ ബഹുമാനനായ പ്രധാനമന്ത്രി ഇത് ആവിഷ്കരിച്ച് ഈ സൗജന്യമായിട്ട് 4-5 ഡോസ് നമ്മുടെ ജനങ്ങളിലേക്ക് നമ്മൾ കൊടുത്തത്? ഇതൊന്നും രാഷ്ട്രീയം നോക്കിയല്ലോ കൊടുത്തത്. ഗ്രാമപഞ്ചായത്തിന് മാത്രം എന്താണ് ഈ പദ്ധതികൾ ഏത് വന്നാലും രാഷ്ട്രീയം നോക്കി, രാഷ്ട്രീയത്തിന്റെ നിറവും കൊടിയുടെ നിറവും നോക്കി ആവിഷ്കരിക്കുന്നത്? ഇതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ ഈ രാഷ്ട്രീയം, ഈ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ LDFകാരന്റെ കുതന്ത്രങ്ങൾ ഈ പൂങ്കോട് നിവാസികൾ മനസ്സിലാക്കി ഈ വരുന്ന 10-ാം തീയതി നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ അത് മനസ്സിലാക്കി വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ പൂങ്കോട് നിവാസികളായ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോട്, വോട്ടർമാരോട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 10-ാം തീയതി വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി ശ്രീമതി രേഖ രാജേഷിനെ താമര ചിഹ്നത്തിൽ വൻപിച്ച വോട്ടുകൾ നൽകി വിജയിപ്പിച്ച് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഈ പത്രസമ്മേളനം നടത്തിയത് BJP നേതാവ് ഹരികുമാറാണ്. പത്രസമ്മേളന വേദിയിൽ നിന്നുകൊണ്ട് സാക്ഷിക്ക് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിയത് ഗോപൻ മുദ്രയും രാജ്മോഹൻ.